വിവാദങ്ങൾക്കിടെ പി വി അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഉടൻ. MLA ഹോസ്റ്റലിൽ നിന്ന് അല്പസമയത്തിനകം പി വി അൻവർ പുറപ്പെടും. MLA ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് ഷഫീദ് റാവുത്തർ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അഖിൽ ഷാ അൻസാർ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഈ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിൽ പി വി അൻവർ ആവശ്യപ്പെട്ട രീതിയിലുള്ളൊരു അന്വേഷണമല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. എപ്പോഴാണ് ആ കൂടിക്കാഴ്ച? 12 മണിക്ക് എന്നതായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. അനുജ, ഇന്നലത്തെ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം എന്നതായിരുന്നു. അത് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതാണ്. പക്ഷേ വളരെ പെട്ടെന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം ആ തീരുമാനങ്ങളൊക്കെ മാറിമറിയുന്നത്. തിരക്കിട്ട ചർച്ചകളൊക്കെ ഇന്നലെ രാത്രി ആഭ്യന്തര വകുപ്പിലും സർക്കാരിലും നടന്നതിന് ശേഷമാണ് തൽക്കാലം ആ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ഇനി ഈ വിഷയത്തിൽ പി വി അൻവറിന്റെ നിലപാട് നിർണായകമാണ്. അല്പസമയത്തിനുള്ളിൽ MLA ഹോസ്റ്റലിൽ നിന്നും പി വി അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടറിയിലേക്ക് എത്തും. 12 മണിക്കാണ് മുഖ്യമന്ത്രി സമയം അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതുവരെ പി വി അൻവർ ഉന്നയിച്ച പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത് തിരോധാന കേസുണ്ട്, അതേപോലെ തന്നെ കൊലപാതക കേസുണ്ട്, അതിനുമപ്പുറത്തേക്ക് സ്വർണ്ണക്കടത്ത് ബന്ധം, സോളാർ വിഷയം, സോളാർ കേസ് അട്ടിമറിക്കാനുള്ള MR അജിത് കുമാറിന്റെ നീക്കം ഇന്നലെ പരാതിക്കാർ തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അവരെ ബന്ധപ്പെട്ടുന്നടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ MR അജിത് കുമാർ ഇടപെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. സോളാർ കേസിൽ KC വേണുഗോപാലിന് വേണ്ടി പരാതിക്കാരിയെ വിളിച്ചുവെന്ന പരാതിക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഒക്കെ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് ഇനി എത്ര കണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതേസമയം പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ തീരുമാനത്തെ സ്വാധീനിച്ചേക്കുമോ എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പി വി അൻവർ ഒറ്റയ്ക്കല്ലെന്നുള്ള സംശയം ബലപ്പെടുന്ന പല നീക്കങ്ങളും മുൻപ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയാകും. അതിനു മുൻപ് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പി വി അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രി അദ്ദേഹം പോകുന്ന വഴി മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ ഷഫീദ്? ഉറപ്പായും പി വി അൻവറിനെ കേൾക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിച്ച കാര്യമാണ്. മാത്രമല്ല പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്, ഒരു ഭരണകക്ഷി MLA ആയിട്ടുള്ള പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ചെറുതുമല്ല. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അക്കമിട്ട് നമ്മൾ പറഞ്ഞാൽ ആ തിരോധാന കേസ്, വ്യവസായിയുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായ പ്രതികരണം എന്നതിലേക്കാകുമോ പി വി അൻവർ നീങ്ങുക? നിലവിലിപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 12 മണിക്ക് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുണ്ട്, അതിനുശേഷം മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയത്തുള്ള അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് എന്തായാലും മാധ്യമങ്ങളെ കാണാൻ വഴിയില്ല, അത് സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ചായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയമായ ചില നീക്കങ്ങൾക്ക് കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു, ചില തീരുമാനങ്ങൾക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ പ്രത്യേകിച്ച് സുജിത്ദാസിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ച ആദ്യഘട്ടം മുതൽ പി ശശിയിലേക്ക് വരെ എത്തിയുള്ള പി വി അൻവറിന്റെ ആരോപണ ശരങ്ങൾ, അതൊക്കെ വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ പരിശോധന നടത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഗൗരവത്തിൽ CPM എടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റാതെ നമ്മൾ ഏത് രീതിയിൽ അക്കാര്യം അന്വേഷണം നടത്തും എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയാൽ എങ്ങനെ ആ അന്വേഷണം സത്യസന്ധമാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് സർക്കാർ കണ്ടൊരു മറു ഫോർമുല സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ നേരിട്ടിറക്കിയുള്ള ഒരു അന്വേഷണം എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് 5 അംഗ സംഘം ഈ കേസ്, ഈ ആരോപണങ്ങൾ പരിശോധിക്കുക. അതിന് അന്വേഷണമാണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല, ആരോപണങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിലെ ഇടപെടലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാത്തത് അത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് പി വി അൻവർ നൽകുന്ന തെളിവുകൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് നിർണായകമാകും. തുടർ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുക ഇന്നത്തെ ചർച്ചകളിൽ പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളും. അതെ, അതിൽ ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ച രീതിയിലൊക്കെ അദ്ദേഹത്തിനുള്ള അതൃപ്തി കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കുമോ എന്നൊക്കെയുള്ളതും വളരെ പ്രധാനമാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തും. 12 മണിക്ക് കൂടിക്കാഴ്ച എന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റൊരു യോഗത്തിൽ, അതിൽ ആരോപണ വിധേയനായ ADGP കൂടി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്.